നമസ്കാരം. ഇന്നലെ 29-ാം തീയതി MBBSൻ്റെയും BDSൻ്റെയും കേരള മെഡിക്കൽ റാങ്ക് പ്രകാരം കീമിലൂടെയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. നമ്മൾ കുറച്ച് നാളുകളായിട്ട് എഞ്ചിനീയറിംഗ് വീഡിയോസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാണ്. MBBSൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ്, കുറച്ച് ഒബ്സർവേഷൻസ്, ഹൈ ലെവൽ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഒരുപാട് സർപ്രൈസിങ് ആയിട്ടോ പുതിയതായിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. പക്ഷേ കുട്ടികൾക്കും പാരൻസിനും ഏകദേശം ഒരു ഹൈ ലെവൽ ബിഗ് പിക്ചർ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കറിയാം, ഏകദേശം 1,40,000 കുട്ടികളാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് നീറ്റ് എഴുതിയത്. അതിനകത്ത് നമ്മുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഏകദേശം 39,000-ഓളം കുട്ടികൾക്ക് അവിടെ ക്വാളിഫൈ ആവുകയും അവരുടെ റാങ്കൊക്കെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത് കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളുടെ എണ്ണം ഏകദേശം 30,000 കുട്ടികൾ കുറവായിരുന്നു കഴിഞ്ഞ തവണ എഴുതി. ഞാൻ ജസ്റ്റ് ആ നമ്പറുകളൊന്ന് പറയുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് മാത്രം. അപ്പോൾ ഷുവറായിട്ടും 2024 മെഡിക്കൽ ആസ്പിരൻസ് ഫ്രം കേരള ഹാസ് ഇൻക്രീസ്ഡ് റൈറ്റ് ഇൻ എ ബിഗ് വേ. ഓക്കെ, ഇനി നമ്മുടെ മെഡിക്കൽ MBBS സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, MBBS മാത്രമായിട്ടുള്ള സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷമുള്ളത് 4,305 സീറ്റാണ്. ഓക്കെ, ഇതിൽ ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും ഒക്കെ ഇതിൽ പെടും. അതേസമയം കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിരുന്നത് 4,205 അപ്പോൾ 2 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50-50 വെച്ച് അങ്ങനെ ഒരു 100 സീറ്റാണ് ഈ വർഷം MBBSന് കേരളത്തിൽ കൂടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് റാങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു പൊടിക്ക് താഴെ ലാസ്റ്റ് റാങ്കൊക്കെ പോകും എന്നുള്ളൊരു ഹിൻ്റാണ് തരുന്നത്. അതിന് നമുക്കറിയാം, കേരളത്തിൽ 12 ഗവൺമെൻറ് കോളേജുകളും 19 പ്രൈവറ്റ്, അങ്ങനെ ടോട്ടൽ 31 കോളേജുകളാണ് MBBS കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ആ ടോട്ടൽ സീറ്റുകൾ 4,305 ബ്രേക്കപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1,755 ഗവൺമെൻറ് സീറ്റുകളും 2,550 പ്രൈവറ്റ് സീറ്റുകൾ. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സീറ്റുകളിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ, വേറെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് വളരെ ഉയർന്ന ഫീസാണ്. ഇനി നമുക്കറിയാം, ഈ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവർ പുറപ്പെടുവിക്കുമ്പോൾ അവർക്ക് എല്ലാ സീറ്റും യൂട്ടിലൈസ് ചെയ്ത് പുറപ്പെടുവിക്കാൻ പറ്റില്ല. കാരണം 15% ഔട്ട്സൈഡ് സ്റ്റേറ്റ്, അതായത് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നതാണ് അതാത് സ്റ്റേറ്റുകൾ. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി നമ്പർ മാച്ച് ചെയ്യുന്നില്ല. ഏകദേശം നമുക്ക് വന്നിരിക്കുന്നത് 3,994 കുട്ടികൾക്കാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ MBBS സീറ്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ CEയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇടതുവശത്ത് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3,994 കുട്ടികളുടെ റാങ്കും ഏത് കോളേജിൽ ഏത് കാറ്റഗറിയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷം വളരെ ക്ലോസ് ആയിരുന്നു. 3,985 കുട്ടികൾ ഫൈനൽ അലോട്ട്മെൻറ്റിൽ അപ്പിയർ ചെയ്തിരുന്നത്. തേർഡ് ഫേസാണ് ഞാനിവിടെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. വലിയ വ്യത്യാസമില്ല എന്ന് സാരം. ഈ നമ്പറിൽ കൂടുതൽ നമ്മൾ സ്റ്റക്ക് ആവേണ്ട, അത് ചെറിയ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇനി ഒബ്വിയസ്ലി കുറച്ച് ഒബ്സർവേഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1ാം റാങ്കുള്ള കുട്ടി ഇപ്പോഴും മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ കുട്ടി എല്ലാ ഏത് എയിംസിൽ വേണമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ വർഷവും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, കേരള മെഡിക്കൽ റാങ്ക് 1 എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് 1 ആയിരുന്നു. അതുപോലെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത് 8,287 ഓക്കെ, എനി കാറ്റഗറി ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ റാങ്ക് ആണെന്നത് 37,508 റാങ്കുള്ളൊരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ MBBS സീറ്റ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഗവൺമെൻറ് കോളേജുകളിൽ ഷുവറായിട്ടും ആ കുട്ടി 1ാം റാങ്കുള്ള കുട്ടിയുടെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നീറ്റ് സ്കോർ 720. ഫസ്റ്റ് SM റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പ്രൈവറ്റ് കോളേജിൽ വന്നിരിക്കുന്നത് ജൂബിലി മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈവറ്റ് കോളേജുകളിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് റാങ്കിൻ്റെ ട്രെൻഡ് വെച്ച് നോക്കി പോവുകയാണെങ്കിൽ എപ്പോഴും ജൂബിലി മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അതുപോലെ തന്നെ അമല ആണ് എപ്പോഴും സെക്കൻഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് 1,645 റാങ്കുള്ള കുട്ടിയാണ് ഫസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയോടെ പോയിരുന്നത്. കുട്ടിയുടെ നീറ്റ് സ്കോർ 664. ഇനി ലാസ്റ്റ് SM റാങ്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ എവിടെ വരെ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 746. 746 റാങ്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നീറ്റ് സ്കോർ ഇത്തവണ ലഭിച്ചിരിക്കുന്നത് 680. അപ്പോൾ നിങ്ങൾ പലരൊക്കെ ഞെട്ടുന്നുണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് താഴത്തേക്ക് പോയി. നമുക്കറിയാം, നീറ്റ് പരീക്ഷ ഇത്തവണ വളരെ എളുപ്പമാവുകയും
കട്ട് ഓഫൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് 2024. ഈ കുട്ടി 746 കുട്ടിയാണ്. ലാസ്റ്റ് SM റാങ്ക്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ ചേർന്നിരിക്കുന്നത് എറണാകുളത്താണ്. ചേർന്നിരിക്കുന്നതല്ല, അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിത് ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഫേസ് 3 ലാസ്റ്റ് റാങ്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ പോയിരിക്കുന്നത് റാങ്ക് നമ്പർ 849 ഏകദേശം ഒരു 100 റാങ്കിൻ്റെ വ്യത്യാസം, വിച്ച് ഈസ് ഓൾസോ ഹിൻഡിങ് ആ ഒരു സീറ്റുകളുടെ ചെറിയൊരു വേരിയേഷൻ അവിടെ കാണിക്കുന്ന അർത്ഥം. സംഭവം പ്രൈവറ്റ് കോളേജിലാണ് ഇത് വന്നിരിക്കുന്നതിന് ഒരു പക്ഷേ ആ ലെവലിലേക്കൊക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 849 കിട്ടിയ കുട്ടിക്ക് നീറ്റ് സ്കോർ 640 അതേസമയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾ 849 റാങ്കുള്ള ഒരു കുട്ടിയുടെ നീറ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ 677, കുറച്ച് കൂടുതലാണ്. അത് ഈ പറഞ്ഞ പോലെ ഫാക്ടറാണ്. ഇനി ലാസ്റ്റ് SM റാങ്ക്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇത്തവണ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ പോയിരിക്കുന്നത് 8277, നേരത്തെ പറഞ്ഞ പോലെ 598 സ്കോർ തൊടുപുഴ അൽ അസർ കോളേജിലാണ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 9760 വരെ പോയിട്ടുണ്ട്, 9760. ആ സമയത്ത് നീറ്റ് സ്കോർ 493 വരെ താഴത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇക്കൊല്ലം നിങ്ങൾ നോക്കിക്കോ, ഈ സെയിം റാങ്കിൻ്റെ ജസ്റ്റ് ഒരു റേഞ്ച് പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് കിട്ടുന്നതല്ല. ഈ ഒരു 9760 റാങ്ക് ഈ വർഷമുള്ള കുട്ടിക്ക് ഏകദേശം 95 മാർക്കിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഒരേ റാങ്ക്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ ഹൗ ഈസി ദിസ് ഇയർ എക്സാം വാസ് എന്നുള്ളൊരു ഫിഗർ നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള കുറച്ച് ഹൈ ലെവൽ നമ്പേഴ്സ്. നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ നോക്കുന്നത് റാങ്ക് റേഞ്ചിൽ എത്ര കുട്ടികൾ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് തരുന്നൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ വരുന്ന കുട്ടികൾ എത്ര പേര് ഫൈനലി കേരളത്തിൽ നിൽക്കാനൊരു ഇൻറ്റൻഷൻ കാണിക്കുന്നുണ്ട് എന്ന അർത്ഥം. ഈ നമ്പറുകൾ പിന്നെയും താഴത്തേക്ക് പോകും, കാരണം ഇനിയും കേരള മെഡിക്കൽ 2ഉം 3ഉം വരാനുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ പല റൗണ്ടുകളും ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അവർക്ക് ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31, വിച്ച് ഈസ് നാളെയാണ്. അപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ അനുസരിച്ച് കുറച്ച് കുട്ടികൾ ഇവിടെയും അലോട്ട്മെൻറ്റിൽ ആക്റ്റീവായിട്ട് കുട്ടികളൊക്കെ മെഡിക്കൽ അലോട്ട്മെൻറ്റ് നമ്പർ 2ൽ MBBS ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൽ ഇപ്പോൾ വന്ന ഫേസ് 1 അലോട്ട്മെൻറ്റ് 39 കുട്ടികളാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ഫേസ് 1ൽ 68. അതേസമയം കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഫേസ് എത്തിയപ്പോൾ, ഫേസ് 3 എത്തിയപ്പോൾ, ഇത് സ്ട്രേ വാക്കൻസിയുടെ മുമ്പുള്ള കാര്യങ്ങളാട്ടോ, ലാസ്റ്റ് ഫേസ് എത്തിയപ്പോൾ 22 കുട്ടികൾ മാത്രമേ കേരളത്തിൽ ഒരു അലോട്ട്മെൻ്റ് ആയിട്ട് ആക്റ്റീവായിട്ടുള്ള, അവരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് അർത്ഥം. ഇപ്പം നമ്മൾ ഏത് സ്ഥലങ്ങളാണെന്ന് നിങ്ങൾ ചോദിക്കും. യെസ്, തീർച്ചയായിട്ടും ചില കുട്ടികൾക്ക് ഷുവർ ഷോട്ടായിട്ട് എയിംസ് ഡൽഹി വേണം, അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് അത്രയും പവർഫുള്ളാണ്, അത്രയും സൂപ്പറാണെന്നുണ്ടെങ്കിൽ അവർ മെഡിക്കലിൻ്റെ ഫേസ് 1ൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് എടുത്ത് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഈ ടോപ്പിൽ വരുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ നീറ്റും എഞ്ചിനീയറിങ്ങും എഴുതിയിട്ടുള്ള കുട്ടികൾ, IIT കിട്ടുന്ന കുട്ടികൾക്കൊക്കെ ഈ നീറ്റിൽ ടോപ്പ്, അവർ നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ കുറേ പേര് എക്സ്പീരിയൻസിന് വേണ്ടി നീറ്റ് എഴുതും. അപ്പോൾ അവർക്ക് ഒരു റാങ്കിൻ്റെ റേഞ്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബയോളജിയിലും മാത്സായാലും അതൊക്കെ പുല്ല് വിലയാണ്, അവർ സിമ്പിളായിട്ട് അത് രണ്ടും പൊക്കും. അപ്പോൾ ടോപ്പ് ലിസ്റ്റിൽ കുറേ പേര് അങ്ങനെയും ഓവർലാപ്പിംഗ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് 1000 റാങ്കിൽ 797 പേര് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 697 വരെ മാത്രം കുട്ടികൾ ലാസ്റ്റ് ഇതിൽ പോയിട്ടുള്ളൂ. ഇനി നിങ്ങൾ പതുക്കെ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം പകുതിയോട് വരാണ്. ഇത് ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലുണ്ട് 1000-നുള്ളിൽ. അതായത് 3000-ൽ നോക്കുകയാണെങ്കിൽ 1345 പേർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് ഉള്ളൂ. ബാക്കി കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്ഷൻ വെച്ചപ്പോൾ ചിലർക്ക് MBBS മാത്രം മതി എന്ന ഓപ്ഷൻ വെച്ചവർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ വരില്ല, അവർക്ക് BDS വേണ്ട എന്നുള്ളവർക്ക്. അതുകൊണ്ടായിരിക്കാം കുറച്ച് മാറ്റങ്ങൾ താഴേക്ക് ഈ റാങ്കുകൾ പോകുമ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ 10,000 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം 3151 കുട്ടികൾക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഫേസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 2883, ഏകദേശം ഒരു 250-300 റാങ്കിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇത് റാങ്ക് അല്ല കേട്ടോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ, എത്ര പേര് പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ എത്ര പേർക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനകളും മാത്രമാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ടോപ്പ് റാങ്കുള്ള കുട്ടികൾ, ഇത്രയും കുട്ടികൾ മാത്രമേ ആക്റ്റീവായിട്ട് അലോട്ട്മെൻറ്റ് നിലനിൽക്കുന്നുള്ളൂ. ബാക്കി കുട്ടികളൊക്കെയാണ് എയിംസ്, ജിപ്മർ, AFMC, പിന്നെ അതുപോലെ തന്നെ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കോളേജുകൾക്ക് അവർ കിട്ടും എന്നുള്ള ഹൈ ചാൻസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട്
ബോധേഡ് ആവില്ല. അപ്പോൾ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളേക്കാളും അവർ ഹയർ ആയിട്ട് എപ്പോഴും ചിന്തിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന നല്ല കോളേജുകൾ തിരഞ്ഞെടുക്കാം. ഞാൻ റിലേറ്റീവ്ലിയാണ് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ കോളേജിൽ മോശം എന്നല്ല പറഞ്ഞത്, റിലേറ്റീവിൽ ഒരു പക്ഷേ ഫീസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് കുറേ കുട്ടികൾ ആ ഒരു കോട്ടയിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് IITസിലും NITസിലും ഒക്കെ ഈ പറഞ്ഞ ഇതിൽ വരാത്ത കുട്ടികൾ അവിടെയും കുറച്ച് പേര് പോയിട്ടുണ്ടാവും എന്നർത്ഥം. നിങ്ങൾക്ക് ഏകദേശം ഒരു കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും പല ഫേസുകളുടെ ഒരു ട്രെൻഡ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് അടുത്തേക്ക് പോകാം. ഇത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ വ്യൂവിൽ കാണിക്കുന്നതാണ്. അതായത് SM സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി MBBSൽ ഉള്ള 12 മെഡിക്കൽ കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എവിടെയൊക്കെയാണ്. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് എപ്പോഴും ടോപ്പിൽ. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. കുട്ടികളെല്ലാം ഫസ്റ്റ് പ്രിഫറൻസ് ഒരുപാട് കുട്ടികൾ അവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ അങ്ങനെ പോകുന്നു. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ ലാസ്റ്റ് റാങ്കിൻ്റെ ഈ ഒരു പ്രയോറിറ്റി ഓർഡർ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാം. ഇനി ഈ പറഞ്ഞ പോലെ ഫേസ് 1 കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഏകദേശം ഏതൊക്കെയായിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്. അത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒരു ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഫേസ് 3 വന്നപ്പോൾ റാങ്ക് ഒരു 50 റാങ്ക് താഴോട്ട് പോയി. 265 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് അവിടെ പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റ്. ഞാൻ മറ്റുള്ള കാറ്റഗറികളെ പറ്റി ഇവിടെ സംസാരിക്കുന്നില്ല, കാരണം അത് ഒരുപാട് ലോങ് ലിസ്റ്റ് ആവും. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ CEയുടെ വെബ്സൈറ്റിൽ ഇടത്തുവശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലാസ്റ്റ് റാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിഫിക് കാറ്റഗറിയിൽ സ്പെസിഫിക് കോളേജിൽ എത്രയാണ് ലാസ്റ്റ് റാങ്ക് ഫേസ് 1 പോയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 2023 കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കഴിഞ്ഞ വർഷത്തെ ഫേസ് 3 ലാസ്റ്റ് റാങ്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന കേസിൽ ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി താഴത്തേക്ക് പോകുമ്പോൾ പല കോളേജുകളിലെയും ഇതാണ്. ഞാൻ ഈ പാലക്കാട് ശ്രദ്ധിച്ചത് ഒരു PC എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഓൾമോസ്റ്റ് 90% ഓഫ് ദ സീറ്റ്സ് അവിടെ പോയിരിക്കുന്നത്. SM എന്ന് പറഞ്ഞ കാറ്റഗറി ഞാൻ അവിടെ കണ്ടില്ല. കഴിഞ്ഞ വർഷം ഒരു ലാസ്റ്റ് റാങ്ക് അവിടെ SM കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 849 ആണ്, 849 ആണ്. ബാക്കിയെല്ലാം മറ്റു പല കാറ്റഗറിയിൽ ഇപ്പോൾ ഫോർവേഡ് FLEW FLSC എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് മെറിറ്റിന് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു MU കാറ്റഗറിയിൽ നല്ല റാങ്കുള്ള കുട്ടിക്ക് ഒരു നല്ലൊരു കോളേജിൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും ആ കുട്ടിയെ കയറ്റിയിട്ടുണ്ടാവുക കാറ്റഗറി ലിസ്റ്റിംഗ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇവർ വേറൊരു കോളേജിൽ നിന്ന് FLMU എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാകും. അവിടെ നിന്നാണ് ആ കോട്ട എടുത്തിട്ട് മറ്റുള്ള കോളേജിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ വേരിയേഷൻസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ SM കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റാത്ത സം ഓഫ് ദീസ് കോളേജസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് റാങ്കിൻ്റെ MBBS SM കാറ്റഗറിയിലെ ഈ വർഷത്തെ ലാസ്റ്റ് റാങ്ക്, കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ഫേസും അവസാനത്തെ ഫേസും തമ്മിലുള്ള ലാസ്റ്റ് റാങ്കുകൾ. ഇതിനർത്ഥം ഒരു കുട്ടിക്ക് പോലും ഈ റാങ്കിന് താഴെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടില്ല. കാരണം സ്ട്രേ വാക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വളരെ തുച്ഛമായിട്ടുള്ള വാക്കൻസിയിലേക്ക് കഴിഞ്ഞ വർഷം ഫേസ് 3 കഴിഞ്ഞിട്ടും അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ വളരെ 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 ലോവർ സിംഗിൾ ഡിജിറ്റ് സീറ്റുകളാണ് പോയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ ലാസ്റ്റ് റാങ്കുകൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ഞാൻ പറഞ്ഞ പോലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ, ഈ കോളേജുകളൊക്കെയാണ് ടോപ്പായിട്ട് വരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോലഞ്ചേരി, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഞാനിവിടെ ലാസ്റ്റ് റാങ്കുകൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഫേസ് 1 ലാസ്റ്റ് റാങ്കുകൾ, കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എന്ന് ഉദ്ദേശിച്ചത് ഫേസ് 3 ആണ് കേട്ടോ, വേറെ അല്ല. ഫേസ് 3 അവസാനത്തെ അലോട്ട്മെൻ്റ് ആണ്, സ്ട്രേ വാക്കൻസിയിൽ പെട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊക്കെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഈ ലാസ്റ്റ് റാങ്കിലേക്ക് തീർച്ചയായിട്ടും പോകാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ റാങ്കുകളൊക്കെ ഒരു പക്ഷേ കുറച്ചും കൂടെ താഴേക്ക് പോകാനായിട്ട് ചെറിയ ചാൻസ് കാണുന്നത് 100 MBBS സീറ്റ് നമ്മളിവിടെ കൂട്ടിയത് കൊണ്ട് ഒരു പക്ഷേ താഴേക്ക് ഈ ലാസ്റ്റ് റാങ്കിനേക്കാളും പോവും എന്ന് നിങ്ങൾക്ക് മെഡിക്കൽ അലോട്ട്മെൻറ്റ് 2ലും 3ലൊക്കെ കഴിയുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യൂ. ഇനി കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ പറയില്ല 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വർഷം നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഇൻ ടോപ്പ് റാങ്ക് റേഞ്ച് ഹാസ് ഇൻക്രീസ്ഡ് ലൈക്ക് ഇൻ എ ബിഗ് വേ ദിസ് ടൈം. അപ്പോൾ വിച്ച് മീൻസ് പണ്ട് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് കരുതി നിൽക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഇവിടെ ചേരുന്നതിന് പകരം അവർ ഓൾ ഇന്ത്യ കോട്ടയിൽ
ആ 15% വരുന്ന കോട്ടയിൽ വരുന്ന സീറ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ ഓൾ ഇന്ത്യ MCCയുടെ കൗൺസിലിങ്ങിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ഇവിടെ നിന്ന് അവർ ഒഴിഞ്ഞു പോകാനുള്ള നല്ലൊരു സാധ്യത കുറച്ചധികം കുട്ടികൾ നമ്മൾ ഇത്തവണ കാണുന്നുണ്ട്. കാരണം അവരുടെ പെർഫോമൻസ് നമ്മുടെ കേരളത്തിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കമ്മിങ് ഇൻ ദ ടോപ്പ് ഹയർ റാങ്ക് റേഞ്ച് അക്രോസ് ഇന്ത്യ ഹാസ് ബീൻ മച്ച് ഇംപ്രൂവ്ഡ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ ആ ഒരു ചെറിയ മാറ്റം കൊണ്ട് എൻ്റെ ഒരു ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഒരു പടി താഴോട്ട് ഇത്തവണ പോകാനായിട്ട് ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.